റഹീം രാജ്യസഭ എം പിയും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളുടെ സൈബർ സഖാവ് എന്നറിയപ്പെടുന്ന ലുട്ടാപ്പി റഹീം. അദ്ദേഹം വീണ്ടും വീണ്ടും ലുട്ടാപ്പി തന്നെയാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ആ രീതിയിലാണ് മൂപ്പരുടെ കാര്യങ്ങളൊക്കെ. മൂപ്പര് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സരിനെ ജയിപ്പിക്കാനാ എന്നുള്ള രീതിയിൽ എന്തെല്ലോ കാട്ടിക്കൂട്ടി അതിൽ പരാജയമടഞ്ഞ് മൂപ്പർ എന്തൊക്കെ തൊട്ടിട്ടുണ്ടോ അതൊക്കെ പരാജയപ്പെട്ടതാണ്. എന്നിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് മെഴുകുക, അത് തന്നെ പരിപാടി. ഇന്നലത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഷാഫി പറമ്പിലേറ്റ് ഷാഫിയുടെ ഒരു ചോദ്യത്തിന് പോലും മറുപടിയില്ല. പിന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവതാരികയുടെ ചോദ്യത്തിനോ ഒരു മറുപടിയും അദ്ദേഹം ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല വരുന്നത്. പല രീതിക്ക് മൂപ്പരിങ്ങനെ ഉഴപ്പിയിട്ടുള്ള കാര്യങ്ങളാണ് മൂപ്പർ പറയുന്നത്. ഒന്നിനും മറുപടിയില്ലാതെ ആകെ മൂഞ്ചി നിൽക്കുന്ന അവസ്ഥയിലാണ് റഹീം ഉള്ളത്. പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ഒരാൾക്ക് എതിരാളിയായിട്ട് കൊണ്ടുവരുമ്പോൾ മിനിമം MS സ്വരാജിനെ പോലെ ഒരാളെങ്കിലും കൊണ്ടുവരണം. സ്വരാജെങ്കിലും വേണം. CPM പാർട്ടിക്കാരോ മൊത്തത്തിൽ സ്വരാജിനെ ഒരു ഒതുക്കിയ പോലെയാണ് ഉള്ളതും. എങ്കിലേ ചാനൽ ചർച്ചകൾക്കൊക്കെ ഒരു പവറുള്ളൂ. ലുട്ടാപ്പി റഹീം വീണ്ടും വീണ്ടും ലുട്ടാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കാണുന്നത്. ഒരു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അടിച്ചിട്ടുണ്ടോ, ആ രീതിയിലൊക്കെ സംശയം തോന്നിപ്പോന്നു. എനിക്ക് മാത്രമല്ല, ആ കമൻസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം സംസാര രീതിയും. രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് നാണം കെട്ട് ഇങ്ങനെ ഈ രീതിയിൽ ചാനൽ ചർച്ചയെ ഒന്നുമല്ലാതാക്കി തീർക്കാൻ റഹീം നിന്നെ കൊണ്ടേ നടക്കൂ. ആ രീതിയിലാണ് നിൻ്റെ സംസാരം. കാര്യം ഒന്നും പറയാൻ നിൻ്റെ തലയിലിട്ട് കയറുന്നില്ല. മറ്റൊരാൾ പറയുന്നതിനെ പറ്റി അതിൻ്റെ ഇടക്ക് കയറി കളകളാന്ന് സംസാരിക്കല്ലാതെ അതിനൊരു മറുപടിയോ അല്ലെങ്കിൽ അത് ക്ഷമയോടുകൂടി കാത്തിരിക്കാനോ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. നീ പറയുന്ന കംപ്ലീറ്റ് എല്ലാവരും കേട്ടോളൂ എന്നുള്ള നിർബന്ധമുണ്ടോ?